അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആണ് കോർപ്പറേഷനുകളിലേക്ക് നടക്കുന്നത് എങ്കിൽ IP ബിനു തോറ്റു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. IP ബിനു CPIഎമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ മുഖങ്ങളിൽ ഒന്നായിരുന്നു എന്നതും എടുത്തു പറയേണ്ടതായുണ്ട്. ഇപ്പോൾ ബിനുവിന്റെ തോൽവി സ്ഥിരീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് NDAയുടെ മുന്നേറ്റം ഇപ്പോഴും തുടരുക തന്നെയാണ്. അത് ഒരുപക്ഷെ അധികാരത്തിലേക്ക് എന്ന മട്ടിൽ എത്തുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഇഞ്ചോടിഞ്ച് നോക്കിക്കാണുന്നത്. കൊച്ചിയിൽ നിന്ന് ഡാനി, എങ്ങനെയാണ് കൊച്ചി കോർപ്പറേഷൻ UDFന്റെ കൈകളിലേക്ക് എത്തുകയാണോ? ഉറപ്പിക്കാറായിട്ടുണ്ടോ? മഞ്ജുഷ, ഏതാണ്ട് ആ രീതിയിലേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് UDF ഒരു ആധിപത്യത്തിലേക്ക് കൊച്ചി കോർപ്പറേഷനിൽ നീങ്ങുന്നുവെന്ന സൂചനകൾ തന്നെയാണുള്ളത്. ഒരു വ്യക്തമായ മാർജിനിലേക്ക് നീങ്ങുന്നു. പലയിടങ്ങളിലായിട്ട് സ്ഥാനാർത്ഥികളെ ഓരോരുത്തരായിട്ട് ഇവിടുന്ന് കാണുമ്പോൾ വിജയിച്ചു വരുന്നതായി കാണുന്നു. അതായത് സെൻട്രൽ ഡിവിഷൻ, സെൻട്രൽ കൊച്ചിയിലേക്ക് വരുമ്പോഴേക്കും പലപ്പോഴും കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് ആധിപത്യമുണ്ടായിരുന്ന മേഖലകളിൽ അവർക്ക് പ്രത്യേകിച്ച് സ്റ്റേഡിയം സെൻട്രൽ പോലുള്ള പാലാരിവട്ടം, പാടിവട്ടം, അളിക്കവട്ടം പോലുള്ള മേഖലകളിലെല്ലാം തന്നെയും UDFന്റെ ഒരു ആധിപത്യത്തിലേക്ക് പോകുന്നു. പല സ്ഥാനാർത്ഥികളും വിജയിച്ച മുന്നേറുന്നു. VK മിനിമോൾ, അതോടൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസ് ലീഡിലേക്ക് പോകുന്നു. അങ്ങനെ നിരവധിയായ സ്ഥാനാർത്ഥികൾ ലീഡിലേക്ക് പോകുന്നു. പുറത്ത് ഇവിടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് CPM പ്രവർത്തകരായിരുന്നു, പ്രത്യേകിച്ച് ഇടതുമുന്നണി പ്രവർത്തകരായിരുന്നു കൂടുതൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ UDF പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ സ്ഥാനാർത്ഥികൾ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനകൾ തന്നെ. 2 BJP സ്ഥാനാർത്ഥികളുടെ വിജയം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐലൻഡ് നോർത്തിലും അതോടൊപ്പം തന്നെ എറണാകുളം സെൻട്രലിലും പത്മകുമാരിയും സുധാ ദിലീപ് കുമാറും വിജയിച്ചിരിക്കുന്നു. മറ്റ് 2 സ്ഥാനാർത്ഥികൾ കൂടി ലീഡ് ചെയ്യുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ അപ്പോഴും UDFന് പലയിടങ്ങളിലും തന്നെ വ്യക്തമായ ഒരു മേധാവിത്വത്തിലേക്ക് നിൽക്കുന്നു എന്നതാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് ദീപ വർമ്മ വിജയിച്ചിരിക്കുന്നു. ദീപ വർമ്മ ഇടതുമുന്നണിയുടെ ഒരു മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നതാണ്. പൊതുവിൽ ഒരു അനുകൂലമായ ഒരു ട്രെൻഡിലേക്ക് പോകുന്നു എന്നതാണ് വരുന്നത്. യെസ്, അത് ശരിയാണ്. അതായത് മഞ്ജുഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് 4 കോർപ്പറേഷനുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് 6 കോർപ്പറേഷനുകളിൽ കണ്ണൂർ മാത്രമായിരുന്നു 2020 UDFന് നേടാൻ സാധിച്ചത് എങ്കിൽ ഇപ്പോഴിതാ കൊച്ചി കോർപ്പറേഷന് മുന്നിട്ട് നിൽക്കുന്നു. തൃശ്ശൂരിൽ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൊല്ലത്ത് അടക്കം അട്ടിമറി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമാണുള്ളത്. കണ്ണൂരിലും മേൽക്കൈ തുടരുന്നു. അതേസമയം തിരുവനന്തപുരത്ത് NDA ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ആശ്വാസമാകുന്നത് കോഴിക്കോട് മാത്രമോ എന്നതാണ് എടുത്തു പറയേണ്ടത്. കോഴിക്കോടും ആശ്വാസമായി LDFന് പറയാറായിട്ടില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. മാത്രമല്ല അവിടെ ഭൂരിപക്ഷം ബുദ്ധിമുട്ടാണ്. 39 സീറ്റുകൾ വേണം. ഇപ്പോഴും 26 ആയിട്ടുള്ളൂ. അപ്പോൾ കോഴിക്കോടും LDFന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തൃശ്ശൂരിൽ ഇതേപോലെ തന്നെയാണ്. തൃശ്ശൂരിലും കേവല ഭൂരിപക്ഷം കിട്ടുമോ UDFന് എന്നുള്ള കാര്യവും സംശയമാണ്. പക്ഷേ കൊച്ചിയിലെ വിജയം തിളക്കമാർന്ന വിജയമാണ്. കണ്ണൂരിലും ആ രീതിയിൽ തന്നെ മുന്നേറുവാനായിട്ട് UDFന് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ 33-25 എന്നുള്ളത് ജയിച്ച വാർഡുകളുടെ എണ്ണമാണ്. പക്ഷേ 41ലേക്ക് UDF ഉയർന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് വരുന്നുണ്ട്. 30 സീറ്റുകൾ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ഭരണം പിടിക്കുവാൻ UDFന് കഴിയുകയാണ് അല്ലേ? തൃശ്ശൂരിൽ 29 സീറ്റുകൾ മതി ഭരണം പിടിക്കുവാൻ. അതിലേക്ക് UDF വരുന്നുണ്ട്. അങ്ങനെ തൃശ്ശൂർ പിടിക്കുവാൻ UDFന് കഴിയുകയാണ്. LDF കേവലം ഒരു സ്വതന്ത്രന്റെ പിന്തുണയിൽ കഴിഞ്ഞ 5 വർഷവും നിലനിർത്തിക്കൊണ്ടിരുന്ന തൃശ്ശൂരിലാണ് ഈ വലിയ 35ലേക്ക് തിരുവനന്തപുരത്ത് BJP കഴിഞ്ഞ തവണത്തെ സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. 35ലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP എത്തിയിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ അവർ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചന വരുന്നു. തൃശ്ശൂരിൽ നോക്കൂ, LDFന് വൻ തകർച്ച, 13 എന്നുള്ളത് വലിയ തകർച്ചയിലേക്ക് പോകുന്നു. അതോടുകൂടി കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഉള്ളത്. കേവലം 2 സീറ്റുകളിൽ മാത്രമാണ് ഏറ്റവും ഒടുവിൽ LDF മുന്നിട്ട് നിൽക്കുന്നത്. MS അനീഷ് കുമാറുണ്ട്. അനീഷ് കുമാർ, 6 കോർപ്പറേഷനുകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആശ്വാസം ഇടതുപക്ഷത്തിന് നൽകുന്നത് പ്രധാനമായും കോഴിക്കോട് മാത്രമാണ്. മറ്റിടത്തൊന്നും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയിലേക്ക് എത്തുമോ എന്നതിൽ ഉറപ്പില്ല. എന്താണിപ്പോൾ കോഴിക്കോട് ഈ നില എന്നത് ഈ ഘട്ടത്തിൽ LDFന് അതും ഒരു തിരിച്ചടി തന്നെയാണല്ലോ നിലവിലെ പശ്ചാത്തലത്തിൽ. തീർച്ചയായും ഈ കോഴിക്കോട്ടെ എല്ലാ മുന്നണികളുടെ കണക്കുകൂട്ടുകളിലും വിദൂര സാധ്യത പോലും മറ്റുള്ളവർക്കില്ല എന്ന് പ്രവചിക്കപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് കോഴിക്കോട് മാറുന്നു. 21-19-10 BJP 10 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. UDF 19 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ LDF 21 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ നഗരഹൃദയത്തിലെ ആഴ്ചവട്ടം പോലെ, കുതിരവട്ടം പോലെയുള്ള സ്ഥലങ്ങളിൽ പരാജയം വന്നത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. NK പ്രേമജവും ബീന ഫിലിപ്പ് അടക്കമുള്ള മേയർമാർ പ്രതിനിധീകരിച്ചിരിക്കുന്ന
പൊറ്റമ്മൽ വാർഡ് UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, അവരുടെ മേയർ സ്ഥാനാർത്ഥിയായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കഴിഞ്ഞ തവണത്തെ ഡെപ്യൂട്ടി മേയറുമായ മുസാഫിർ അഹമ്മദ് തോൽവിയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഏറ്റവും തലയെടുപ്പുള്ള നേതാവായി മേയർ സ്ഥാനാർത്ഥിയായി അവർ അവതരിപ്പിച്ച മുസാഫിർ അഹമ്മദ് തോൽവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവും. ചെറിയ വോട്ടുകളുടെ മാർജിൻ വലിയ വോട്ടുകളുടെ വ്യത്യാസത്തിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ നിയാസിന് തിരിച്ചടിയായി അല്ലേ? അദ്ദേഹം മറ്റൊരു മേയർ സ്ഥാനാർത്ഥി കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയിരുന്ന ആളാണ്. അദ്ദേഹം UDFന് മൊത്തത്തിൽ മേൽക്കൈ നേടുമ്പോഴും PM നിയാസ് സിറ്റിംഗ് സീറ്റിൽ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ അല്ലെങ്കിൽ കക്ഷി നേതാവായിരുന്ന KC ശോഭിത ജയിച്ചിരുന്ന ഒരു ഷുവർ സീറ്റ് പാറപ്പടി സീറ്റിൽ ആ സീറ്റിൽ അദ്ദേഹം തോറ്റിരിക്കുന്നു. പക്ഷേ മറുവശത്ത് മലാപ്പറമ്പ് വാർഡിലേക്ക് പോയ ശോഭിത ഇപ്പോൾ ലീഡ് ചെയ്യുന്നുമുണ്ട്. എന്തായാലും BJPക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. മറ്റു ചില വാർഡുകളിൽ കൂടി അവർ നേട്ടം പ്രതീക്ഷിക്കുന്നു. എന്തായാലും UDFന് വലിയ ആശ്വാസകരമാവുന്ന ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അടുത്ത വാർഡുകൾ ഇനിയിപ്പോൾ ബേപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങൾ എണ്ണാൻ കടപ്പുണ്ട്. അവിടെ എത്തുമ്പോൾ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് CPM-നുള്ളത്. പക്ഷേ ഒരു വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന CPM ഇപ്പോൾ കടുത്ത പോരാട്ടം നേരിടേണ്ട അവസ്ഥയിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ. മഞ്ജുഷ്, യെസ്, ഇതാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇപ്പോഴിതാ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ വിജയികളുടെ പേരുകൾ പുറത്തു വരുമ്പോൾ സന്ധ്യ V ആണ് കല്ലുവരമ്പ് വാർഡിൽ വിജയിച്ചിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥിയായിരുന്നു. ഇരിഞ്ചിയത്ത് രവീന്ദ്രൻ S ആണ് വിജയിച്ചത്. UDFിന്റെ സ്ഥാനാർത്ഥി കുച്ചർകോട് MS ബിനു ആണ്. LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. പാളയത്തിന് മുകളിൽ CS ശ്രീജ LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ഉളിയൂരിൽ R മധു ആണ് വിജയിച്ചത്, LDF സ്ഥാനാർത്ഥി. മണക്കോട് സജിത MP LDF സ്ഥാനാർത്ഥി. നെട്ടയത്ത് ചന്ദ്രകുമാർ S UDF സ്ഥാനാർത്ഥി. നഗരിക്കുന്ന് ശ്രീകേഷ് M LDF സ്ഥാനാർത്ഥി എന്നിങ്ങനെ വിജയിച്ചവരുടെ പേരുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും NDA ഇപ്പോൾ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നതാണ്. അത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലേക്ക് NDA എത്തിപ്പെടും എന്ന ഒരു നിരീക്ഷണം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഭരണം പിടിക്കുന്ന തരത്തിലേക്ക് അത് എത്തുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ കോർപ്പറേഷനുകൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോർപ്പറേഷനുകളാണ് ശ്രദ്ധാകേന്ദ്രങ്ങൾ എങ്കിൽ അതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് ആര് അധികാരത്തിലേറും എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഏറ്റവും അധികം ഡിവിഷനുകൾ ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആണ്. 101 ഡിവിഷനുകൾ. പക്ഷേ അവിടെ 100 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 51 ഡിവിഷനുകളിൽ വിജയിക്കുന്നവർക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സാധിക്കും. അവിടെയാണ് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വ്യക്തമായൊരു മേൽക്കൈ ഉണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാനും സാധിക്കാത്ത സാഹചര്യം. കൊച്ചിയിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേയർ സ്ഥാനാർത്ഥികൾ UDFിന്റെ മേയർ സ്ഥാനാർത്ഥികൾ